അമ്മേ ശരണം ദേവി ശരണം ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 2026 ഉദ്ഘാടനം ഇന്ന് നടക്കാൻ പോവുകയാണ്. 23/2/2026 മുതൽ 3/3/2026 വരെയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല മഹോത്സവം. അതിന് 1-ാം ദിവസമായി ഇന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശ്രീ മോഹൻലാൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. കലാപരിപാടികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇപ്പോൾ 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിൽ നല്ല തിരക്കാണ്. അപ്പം ഉദ്ഘാടനത്തിന്റെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യം തന്നെ ഉറപ്പില്ല. അത്രയ്ക്ക് തിരക്കാണ്, നല്ല തിരക്കാണ്. സ്റ്റേജെല്ലാം ഫുള്ളായി കഴിഞ്ഞു. അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാതിരിക്കുകയാണ്. പിന്നീട് എവിടെയെങ്കിലും കയറി നിന്ന് വേണം അതൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടി. അമ്പലത്തിനകത്ത് നിന്ന് കയറാൻ പറ്റുന്ന കണ്ടീഷൻ നല്ല തിരക്കാവുകൊണ്ട് ഞാൻ അമ്പലത്തിനകത്തോട്ട് കയറുന്നില്ല. വെളിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇവർക്ക് എടുത്ത് കെട്ടുകാഴ്ചകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കാണുന്നത് ഉദ്ഘാടനത്തിന്റെ ആ മോഹൻലാൽ വരുന്നതും ഉദ്ഘാടനം നിർവഹിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് മോഹൻലാലിന് അമ്പ പുരസ്കാരം കൂടി ആറ്റുകാൽ ഭഗവതി നൽകുന്നുണ്ട്. മെയിനായിട്ടും അത് കഴിഞ്ഞതിന് ശേഷമുള്ള വേറൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നന്ദഗോവിന്ദ ഭജൻസിന്റെ ഭജനയാണ്. അതും കേൾക്കണമെന്നുണ്ട്. തിരക്കാണെങ്കിൽ വലിയ പാടാണെന്നാണ് തോന്നുന്നത്. കാണാനൊന്നും പറ്റത്തില്ല, ദൂരെ നിന്ന് കേൾക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും പൊങ്കാല മഹോത്സവം നമുക്ക് അനന്തപുരിയിലുള്ള നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു സന്തോഷം തന്നെയാണ്. ഈ 10 ദിവസം നമ്മുടെ സന്തോഷ ദിനങ്ങളാണ്. ഭക്തജനങ്ങളുടെ നല്ല തിരക്ക് തന്നെയാണ്. ആദ്യ ദിവസം തന്നെ ഒത്തിരി വലിയ ക്യൂ ആണ് കാണുന്നത്. എങ്കിലും ദേവിയെ കാണാൻ വന്നവർ കണ്ടിട്ടേ മടങ്ങത്തുള്ളൂ. എത്ര വലിയ ക്യൂ ആയാലും അത് കണ്ടിട്ടേ മടങ്ങത്തുള്ളൂ. ഇപ്പോൾ സമയം രാത്രി 7:30 മണി കഴിഞ്ഞു. ഇവിടെ സേവാഭാരതിയുടെ ഒരു വൈദ്യസഹായ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ വി രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് കാത്തിരിക്കുന്നത് ശ്രീ മോഹൻലാലിൻ്റെ വരവാണ്. അത് നോക്കിയിരിക്കുകയാണ്. കൃത്യം 8 മണിക്ക് തന്നെ ശ്രീ മോഹൻലാൽ ഉദ്ഘാടന വേദിയിലെത്തി. പക്ഷേ നമുക്ക് ദൂരെ നിന്ന് മാത്രമേ എല്ലാം കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഒന്നും കൂടുതൽ എടുക്കാൻ കഴിയില്ല. അതിന് മുമ്പായിട്ട് മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ പ്രദർശനവും കൂടി അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ശ്രീ മോഹൻലാൽ സ്റ്റേജിലേക്ക് വന്നത് നല്ല തിരക്കുകൾ ആയതിനാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല. എന്തായാലും ഉദ്ഘാടനവും അമ്പ പുരസ്കാരദാന ചടങ്ങൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തിറങ്ങി കുറച്ച് കെട്ടുകാഴ്ചകളൊക്കെ നമ്മുടെ സിറ്റിയുടെ നാനാഭാഗത്തു നിന്ന് വരുന്ന കെട്ടുകാഴ്ചകൾ അവിടെ ആറ്റുകാൽ അമ്മയുടെ നടയിൽ വന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ചെണ്ടമേളത്തോടു കൂടി വരുന്ന അതിൻ്റെ ആ ഒരു ആസ്വദിച്ച് അതൊക്കെ നല്ലോണം ആസ്വദിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ മാർച്ച് 3-ാം തീയതി നടക്കാനിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല ഇതിൽ പങ്കെടുക്കാൻ എത്താനായി കാത്തിരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും എൻ്റെ അനിയത്തിമാർക്കും നമുക്കൊക്കെ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ലൈക്കും കമൻസും ഒക്കെ ഇടാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആറ്റുകാൽ പൊങ്കാല ഉത്സവ ആശംസകൾ.